സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി കൊച്ചുമറ്റം സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടക്കും. കൊൽക്കത്തയിൽ നിന്ന് വിമാനമാർഗം രാവിലെ 7 മണിയോടെ നെടുമ്പാശ്ശേരിയിലെത്തിക്കുന്ന മൃതദേഹം രാവിലെ 10 മണിയോടെയാണ് വീട്ടിലെത്തിക്കുക. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെ അപകടത്തിൽ അനീഷ് കൊല്ലപ്പെട്ടത്. നിതിൻ സേവർ നൽകും വിശദാംശങ്ങൾ. നിതിൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സിക്കിമിൽ മണ്ണിടിച്ചിലുണ്ടായ ദുരന്തത്തിൽ മലയാളിയായ അനീഷ് മോഹനടക്കം 20 പേർ മരിക്കുന്നത്. 4 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലായിരുന്നു അനീഷ് അടക്കമുള്ള മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിക്കും. എംബാമിംഗ് പൂർത്തിയാക്കിയ ശേഷം കൊൽക്കത്തയിൽ നിന്നും വിമാനമാർഗമാണ് ഈ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം 10 മണിയോടെ കോട്ടയത്തെ വീട്ടിലെത്തിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാരം. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുന്നത്. ഈ NHPCയിലെ ജീവനക്കാരൻ സീനിയർ മാനേജറായിരുന്നു അനീഷ്. കഴിഞ്ഞ 16 വർഷമായി NHPCയിലെ തന്നെ ജീവനക്കാരനാണ്. ഭാര്യയും സഹോദരനും അടക്കമുള്ളവർക്കൊപ്പമാണ് ഇദ്ദേഹം സിക്കിമിൽ കഴിഞ്ഞിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇവരുടെ തന്നെ NHPCയുടെ തന്നെ ഒരു പ്രൊജക്ടിനിടെ സ്ഫോടനമുണ്ടാവുകയും വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തത്. ഉത്തരാഖണ്ഡ്, ആസാം, ബംഗാൾ സംസ്ഥാനങ്ങളിലെ ആളുകളാണ്, അല്ലെങ്കിൽ സ്വദേശികളാണ് കൂടുതലും ഈ അപകടത്തിൽ മരിച്ചത്. മുഖ്യമന്ത്രിയും ഗവർണർ അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ അപകട സ്ഥലം പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് അനീഷിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം ലഭിക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ ഈ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കും. മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് അനീഷ് മോഹൻ. പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, ഒരുപാട് പേർ പിന്തുടരുന്ന യൂട്യൂബ് ചാനലിന്റെ അടക്കം ഉടമയാണ്. സയന്റിഫിക് മലയാളി എന്ന പേരിൽ അദ്ദേഹത്തിന് സ്വന്തമായി യൂട്യൂബ് ചാനൽ, സയൻസ് പരമായ കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും വിശകലനം ചെയ്യുമൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായുള്ള വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും വലിയ ഞെട്ടലും വേദനയും ഒക്കെ ഉണ്ടാക്കുന്നൊരു വിയോഗം കൂടിയാണ് അനീഷിൻ്റേത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ അനീഷിന്റെ മൃതദേഹം കൊച്ചിയിലെത്തിക്കും. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്നുച്ചയ്ക്കാണ് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കുക.